അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബസ് എടുക്കാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ ബസ്സിൻ്റെ ഫുൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് വന്നില്ല, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് കാർ അവിടെ കൊണ്ടിട്ടിട്ട് നിങ്ങൾ ബസ് എടുത്തിട്ട് നന്നായി. അവൻ എന്തായാലും ആ ഭാഗത്തോട്ട് വരുന്നുണ്ട്. അവനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവൻ വന്ന് തിരിച്ച് കാർ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ കാർ മേടിച്ച് നേരെ കൊല്ലത്തെ ഗ്യാരേജിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ട് നമ്മുടെ ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ രാത്രിയാണ് പോകുന്നത്. എന്തായാലും പോകുന്ന വഴിക്ക് വല്ല സ്റ്റേ അടിക്കാനും പറ്റുമെങ്കിൽ പോകുന്ന വഴിക്ക് വല്ല റൂം എടുത്ത് സ്റ്റേ അടിക്കാം. കാരണം നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് പൈസ തെറ്റിയിട്ട് വേണം നമുക്ക് ഒരു വീട് സെറ്റാക്കാനും ഒരു ബസ് മേടിക്കാനും ഒരു കാർ മേടിക്കാനും. അപ്പോൾ അതിനെ കുറിച്ച് കുറച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉടനെ തന്നെ നമ്മളൊരു കാറും ഒരു ബസ്സും സ്വന്തമായിട്ട് വാങ്ങണം. കാരണം എന്നാൽ നമുക്ക് വാടകയ്ക്ക് എടുത്ത് ഇങ്ങനെ ബസ് ഓടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ബസ്സും മേടിക്കണം, ഒരു വീടും വയ്ക്കണം, പിന്നെ അതുപോലെ തന്നെ ഒരു കാറും മേടിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഇനി സെറ്റായി വരുന്നുണ്ട്. സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വഴി നമ്മളിനി ഈ യാത്രകൾ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ബസ് മേടിക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഈ വണ്ടി ജസ്റ്റ് തട്ടിയത്. അപ്പോൾ എന്തായാലും അത് റെഡിയാക്കി കൊടുക്കേണ്ടത് മര്യാദയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൈസ പോയതിനും കുഴപ്പമില്ല. ഇനിയിപ്പം അയാൾക്ക് വണ്ടി കൊണ്ട് കൊടുക്കണവരെ സമാധാനമില്ല. അപ്പോൾ നമുക്ക് നേരെ വണ്ടി കൊണ്ട് റെഡിയാക്കി അയാൾക്ക് കൊണ്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ വണ്ടി തട്ടിയപ്പം അതിൻ്റെ ഫ്രണ്ട് മൊത്തം ഇതായിട്ടുണ്ട്. അപ്പോൾ ഫൈബർ പാർട്സ് മൊത്തം നമ്മൾ മാറിയിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലം ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വണ്ടി ഓടിക്കൊണ്ടെങ്കിൽ വണ്ടി നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം റെഡിയാക്കാൻ വേണ്ടിയാണ് നമുക്കിപ്പോൾ 85,000 രൂപ നമുക്ക് അങ്ങോട്ട് ചിലവായിട്ടുണ്ട്. അപ്പം എന്നാലും കുഴപ്പമില്ല, നമ്മളെ വണ്ടി റെഡിയായി കിട്ടിയല്ലോ. ഇനി അയാൾക്ക് കൊണ്ട് കൊടുക്കുക. അയാൾ ഭയങ്കര തെറിവിളിയും കാര്യങ്ങളുമായിരുന്നു. അയാൾ ഭയങ്കര സീനുമായിരുന്നു. കാരണം അയാൾക്ക് വണ്ടി ഓട്ടം ഉള്ളതാണ്, എത്രയും പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 ദിവസം എടുത്തു വണ്ടി റെഡിയാക്കി കിട്ടാൻ വേണ്ടി. അപ്പോൾ അന്ന് നമ്മൾ പോയപ്പോൾ വണ്ടി റെഡിയായി, നമ്മൾ തിരിച്ച് വന്നപ്പോൾ വണ്ടി റെഡിയാക്കി തന്ന് ഇതുപോലെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു, റെഡിയായി. അപ്പം നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളെ വേറെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ സ്കൂട്ടായി ഇറങ്ങി വരികയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ആണ് സമയം കിട്ടിയത്. ഇപ്പോൾ ഞാൻ യാത്രക്കാരൊക്കെ കൊണ്ട് ആക്കിയിട്ട് രാത്രി തന്നെ ഞാൻ ചടാപടയെന്ന് കാറും എടുത്താണ് നേരെ കൊല്ലത്തും ഗ്യാരേജിലോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ എന്തായാലും വണ്ടി കൊണ്ട് എത്രയും പെട്ടെന്ന് മുതലാളി കൊണ്ട് A few moments later.
ആ മോനെ, വട വന്നിട്ട് നമുക്ക് ഉള്ളി വടയുണ്ട്, ഉഴുന്നു വടയുണ്ട്, പരിപ്പ് വടയുണ്ട്, മോദകമുണ്ട്. അപ്പോൾ ഒരു പരിപ്പ് കൂടെയും ഒരു കടുപ്പം കൂട്ടി ചായയും. നമുക്കെന്തായാലും ഗൈസ് ഇവിടെ ഒരു റൂംസും കാര്യങ്ങളും ഉണ്ടോ നോക്കി നോക്കാം. ഇതൊരു വേറൊരു വില്ല അപ്പാർട്ട്മെൻറ്റാണ്. ഇത് കുറച്ച് അടിപൊളി ഒരു ഏരിയയാണ്. ഇപ്പം ഇവിടെയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. സാർ റൂംസ് എല്ലാം ഫുള്ളാണ്. കാരണം ഗസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ സീസണിൽ. അതുകൊണ്ട് റൂംസ് എല്ലാം ഫുള്ളാണ് സാർ. ഇനി എവിടെ പോയി നോക്കിയിട്ടും കാര്യമില്ല, എല്ലാം ഫുള്ളായിരിക്കും. ഈ സമയത്ത് റൂംസ് കിട്ടാനൊക്കെ വലിയ പാടാണ്. ഓക്കെ ഗൈസ്, റൂംസ് എല്ലാം ഫുള്ളാണ്. അപ്പം നമുക്ക് എന്തായാലും കാറിൽ തന്നെ സ്റ്റേ അടിക്കാം. കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നമുക്ക് നേരെ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ട് തന്നെ പോവാം. അല്ല വേറെ വഴിയില്ല. കാരണം ഇനി 2 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇനി ട്രിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വരാൻ കുറേ ട്രിപ്സും കാര്യങ്ങളൊക്കെ ഇനി ഒരുപാട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് പോകണം. അപ്പോൾ ഇതെന്തായാലും പെട്ടെന്ന് സെറ്റായി മുതലാളി കൊടുത്തിട്ട് വേണം. അടുത്ത കുറേ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് പോവാം. ഗൈസ്, അങ്ങനെ നമ്മളിപ്പം കൊല്ലം ഗ്യാരേജിലെത്തിയിട്ടുണ്ട്. ദീപു ചേട്ടൻ്റെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ദീപു ചേട്ടൻ അവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും ജസ്റ്റ് ഒന്ന്
മുതലാളി വണ്ടി ഫുൾ പണിയും കഴിഞ്ഞിട്ടുണ്ട്, വണ്ടി ഫുൾ സെറ്റാണ്, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഞാൻ ഇവിടെ സൈഡിൽ ഒതുക്കി വയ്ക്കാം. ഓ ശരിയുടെ ചേട്ടേ.